ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇന്ന് നോക്കുമ്പോൾ തന്നെ ഞാൻ കുറേ പേര് കണ്ടു നമ്മുടെ ലൈസൻസും കാര്യങ്ങളും പോകുന്നതിനെ പറ്റി, പിന്നെ കോയിനെ പറ്റിയും, പിന്നെ നമ്മൾ തമ്മിലേയും വെച്ച പോലെ റൊണാൾഡോൻ്റെ കാർഡിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇപ്പോൾ കിട്ടിയ നിലവിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 300 ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ ലൈവ് വന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ചിലപ്പോൾ കുറച്ച് നേരത്തെ ലൈവ് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മുടെ എന്താ പറയുക, ഞാൻ ആദ്യം തന്നെ പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെക്കുന്ന കോയിൻ, അതായത് നമ്മൾ എല്ലാവർക്കും അറിയാം ഇപ്പം 54 ലെജൻഡ് പാക്കും ഇപ്പം അതുപോലെ 6 കിടലൻ പാക്കുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി ഇപ്പം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന കോയിനൊന്നും നിലവിൽ എന്തായാലും കഴിഞ്ഞ കൊല്ലമൊന്നും ഞാൻ സേവ് ചെയ്ത് വെച്ച കോയിനൊന്നും നമുക്ക് പോയിട്ടില്ല. ചിലപ്പോൾ കോയിൻ്റെ റേറ്റ് കൂട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം കൊനാമി ഈസ് എ ബിസിനസ് ആണല്ലോ ഗൈസ്. അപ്പോൾ എന്തായാലും നിലവിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന കോയിനൊന്നും പോകാൻ ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും മച്ചാന്മാരെ എല്ലാവരും ഒരാഴ്ചയെങ്കിലും കൂടുമ്പോൾ ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, കുറേ പേരൊക്കെ എടുക്കാണ്ട് വെക്കുന്ന അക്കൗണ്ട് ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, ഡാറ്റ ലിങ്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് പോകാനും ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ കയറാത്തൊരു 8 മാസത്തെ അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലത്ര കാര്യമായി വലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ അക്കൗണ്ട് റിമൂവ് ആയി പോകുന്നതുകൊണ്ടും വലിയ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും നോക്കുക, ആരുടെ അക്കൗണ്ടും കാര്യങ്ങളൊന്നും പോകാണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട, റൂമിയുടെ കാർഡൊന്നും പോകാൻ ചാൻസ് ഇല്ല. കാരണം ഇതുവരെ നമ്മുടെ ട്രാൻസ്ഫർ ആവുന്നതിനെ പറ്റി ക്യാരി ഓവർ ഗൈഡൊന്നും വന്നിട്ടില്ല. അതുപോലെ നിങ്ങൾക്കറിയാം ഇപ്പം നിലവിൽ നിങ്ങൾക്കറിയാം ബയേണ്ട പോയത് ശരിക്കും എനിക്കും തോന്നുന്നു വലിയ മോശമായിപ്പോയി. കാരണം എനിക്കറിയാം നമ്മുടെ കയ്യിലായാൽ പോലും ബെക്കമ്പർ കുറേ അടക്കം നല്ല പാക്ക് ഉണ്ട് റൂമി. അപ്പം മച്ചാമാരെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ, റൂമി ഇല്ലാത്തവരൊക്കെ. എൻ്റെ കയ്യിൽ റൂമി ഇല്ല, എൻ്റെ ഈ ഒരു മെയിൻ അക്കൗണ്ടിൽ റൂമി ഇല്ല. അപ്പം എനിക്ക് തോന്നുന്ന കേസ് എന്താ പറയുക, ഇതുവരെ നിലവിലുള്ള കാർഡുകളെല്ലാം വെച്ചിട്ട് ഇനി ഒരിക്കലും മിക്കവാറും നമ്മുടെ ബയേണ്ട എപ്പിക് കാർഡുകളോ ഒന്നും നിലവിൽ ഇനി വരാൻ ചാൻസ് ഇല്ല, ലൈസൻസ് പോയതുകൊണ്ട് തന്നെ. അതുപോലെ നിങ്ങൾക്കറിയാം കേസ്, നമ്മുടെ ഡോർമുണ്ടിൻ്റെ അതായത് സ്റ്റേഡിയവും പോവും, പുതിയ സ്റ്റേഡിയം ഒരെണ്ണം വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ സെപ്റ്റംബറിലായിരിക്കും മിനി അപ്ഡേറ്റിൽ അല്ല മേജർ അപ്ഡേറ്റിൽ വരുള്ളൂ. കാരണം ഇതിപ്പം എന്താ പറയുക, ജൂലൈയിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു ജൂലൈ 10 ഡോർമുണ്ട് ടീമിൻ്റെ ഒരു എന്തെങ്കിലും ചാൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ഓൾറെഡി അതാണ് നമുക്ക് പിന്നെ പറയാനുള്ളത്. ഓൾറെഡി ഇവരിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ റൂമി പോവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പോയാലും മച്ചാൽ ജർമ്മനീൻ്റെ റൂമി മിക്കവാറും റിപ്പീറ്റഡ് പാക്ക് ആയിട്ട് ഇറക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഗൈസ് എന്താ പറയുക, നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, 2020 ഓൾറെഡി നമ്മുടെ ജുവൻറ്റസിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം എല്ലാവരും ഒരു ചോദ്യമാണ് ഇനിയും ജുവൻറ്റസ്. അപ്പം ജുവൻറ്റസ് ഗൈസ് എന്തായാലും ഇത്രയും നല്ലൊരു ടീം പോയത് കൊണ്ട് തന്നെ കൊനാമി എന്തായാലും നല്ലൊരു ടീം ലൈസൻസ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മിക്കവാറും നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ റൊണാൾഡോൻ്റെ, അതായത് എല്ലാവരും ഇപ്പം എപ്പിക് റൊണാൾഡോൻ്റെ വെയിറ്റിംഗ് തന്നെയാണ്. അപ്പം ബിഗ് ടൈം റൊണാൾഡോ ഓൾറെഡി ഉണ്ടാവും, കാരണം മച്ചാന്മാർ അതൊക്കെ ഓൾറെഡി പോർച്ചുഗലിലേക്കാണ്, അതൊക്കെ ഓൾറെഡി ഉണ്ടാവും. പക്ഷേ നമ്മുടെ EA സ്പോർട്സുമായിട്ട് റൊണാൾഡോയ്ക്ക് ലൈസൻസ് ഇപ്പോഴും ഓൾറെഡി അംബാസഡർ ആയതുകൊണ്ട് അവിടെ ഉള്ളത് കൊണ്ടും ഇതിലേക്ക് എപ്പിക് റൊണാൾഡോൻ്റെ ഒരു കാർഡിൻ്റെ ഒരു കാര്യങ്ങളും ഇപ്പോൾ ഇതുവരെ ഇവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഗൈസ് സ്റ്റേഡിയം ചെറുതായിട്ട് മാറ്റം വരും, ഇൻ്റർ സ്റ്റേഡിയം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ് അതിനെപ്പറ്റി. അപ്പം എല്ലാവരും ഒരു ഡൗട്ട്, ബെക്കമ്പർ എന്തായാലും മച്ചാൽ ഇവർ പോകില്ല, വേറെ ലോഗോയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, ഓൾറെഡി എന്താ പറയുക നമ്മുടെ പോഗ്ബ അങ്ങനെ കുറേ കാർഡുകൾ ഓൾറെഡി 2020 സമയത്ത് ഓൾറെഡി ലൈസൻസ് ഉണ്ടായിരുന്നായിരുന്നു. അപ്പം മിക്കവാറും നമ്മുടെ ജുവൻറ്റസിന് ചിലപ്പോൾ നമ്മുടെ കൊനാമി ലൈസൻസ് ആക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ഓൾറെഡി പണ്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവർ പറയുന്ന ഓൾറെഡി എന്താ പറയുക, നിലവിൽ പോകാനൊന്നും ചാൻസ് ഇല്ലെന്നാണ് ഇവർ കൂടുതലും പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ക്യാരി ഓവർ ഗൈഡ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ മച്ചാമ്മനെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സാധാരണയായിട്ട് പറയാനുള്ളത്. കാരണം ഓൾറെഡി നമ്മുടെ പാക്കും കാര്യങ്ങളും കോയിൻ പോവുക ഇതൊക്കെ കുറച്ചേര് ചോദിച്ചായിരുന്നു. അപ്പോൾ മച്ചാമ്മരെ ആരും ഇതാക്കേണ്ട കോയിനും കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ ഇതുവരെ പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ മച്ചാമ്മനെ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.